ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതവും ഗോവിന്ദും കൂടെ ബെഡ്ഷീറ്റ് വിരിച്ച് ലാസ്റ്റ് വിരിക്കാൻ പറ്റാത്ത അവസ്ഥയെ എന്നാലും ഇതൊക്കെ വിരിക്കുന്ന പെണ്ണുങ്ങളെ സമ്മതിക്കണം. ഡെയിലി പണി ചെയ്യുമ്പോൾ അവർക്ക് ദേഷ്യം വരില്ല. ഇപ്പോൾ ഒരു ദിവസം ചെയ്തപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. എൻ്റെ കണ്ണേട്ടാ, ഇതൊന്നും അത്ര വലിയ സാഹസമൊന്നുമല്ല, അത് അത്ര വലിയ ഭാരിച്ച പണിയുമല്ല. ഇത് വിരിക്കുന്ന പെണ്ണുങ്ങൾ വലിയ സംഭവമല്ല. ഇത് വിരിക്കണമെങ്കിലേ ഇത്തിരി ക്ഷമ വേണം, അത് മാത്രം മതി. സത്യമാണോ ഗീതു നീ പറയുന്നത്? അതേന്നെ, ഇപ്പം തന്നെ കണ്ണേട്ടൻ ഒരു തുള്ളി ക്ഷമയില്ലാതെയല്ലേ ഇത് വിരിക്കുന്നേ. അതുകൊണ്ടാണ് അവിടെ നിന്ന് വലിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് വലിക്കുമ്പോൾ ഇപ്പുറത്ത് മാറി പോകുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ വിരിക്കണമെന്ന് എന്നും പറഞ്ഞ് ഗീതു ബെഡ്ഷീറ്റ് എടുത്ത് വിരിക്കുമ്പോഴും അതേപോലെ തന്നെ അവസ്ഥ. അപ്പോഴാണെങ്കിൽ ഗോവിന്ദന് ചിരിയും വരുക. ആ, ചിരിക്കൊന്നും വേണ്ട, അങ്ങോട്ട് പിടിക്കി. അത് കേട്ടതും ഗോവിന്ദ് പിടിക്കുക. ഇപ്പം എനിക്ക് മനസ്സിലായി, പെണ്ണുങ്ങൾക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പം ഇത് വലിയ പണി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എനിക്ക് ഞാൻ വിരിച്ചു തരില്ല കേട്ടോ എന്നെ കളിയാക്കിയാൽ. അത് കേട്ടത്, നീ വിരിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ബെഡ്ഷീറ്റ് ഇല്ലെങ്കിലും ഉറക്കം വരും, ഞാൻ നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും. അത് കേട്ടതും അല്ലെങ്കിലും ഉറങ്ങാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊന്നും പറയണ്ടല്ലോ എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഗോവിന്ദനെ നോക്കി ഇങ്ങനെ ദേഷ്യത്തോടെ തുറച്ച് നോക്കുക. ആ സമയം ഗോവിന്ദ്, അയ്യോ ഇങ്ങനെ നോക്കല്ലേ, ഞാൻ പിടിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിക്കാൻ പോകുമ്പോഴേക്കും ഗോവിന്ദ്, എന്നാലും എൻ്റെ രാധികാമ്മ ഗീതു രഞ്ജുവിൻ്റെ കാല് പിടിച്ച അവസ്ഥയായി പോയല്ലോ. എൻ്റെ കണ്ണട്ടാ, ഈ പാതിരാത്രിയെങ്കിലും അവരെക്കുറിച്ച് പറയുന്നൊന്ന് നിർത്താമോ? എനിക്കിത് കേട്ട് മതിയായി. അവസാനം നിങ്ങൾ പറഞ്ഞ് ചെറുതിലെ നിങ്ങൾക്ക് രാധികാമ്മ താരാട്ടുപാട്ട് പാടിയത് വരെ പറയും. അതുകൊണ്ട് ഇതങ്ങോട്ട് പിടിക്കുകയും ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് നമുക്ക് ഉറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ബെഡ്ഷീറ്റ് വിരിച്ച് ഉറങ്ങാനുള്ള ഇത് തയ്യാറെടുപ്പ് നടത്തണം. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം രണ്ടുപേരും മുഖത്തോട് നോക്കിയും ചിരിക്കും. അപ്പോൾ ഗോവിന്ദ്, അവളുടെ മനസ്സിലെ സ്നേഹം തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഗോവിന്ദ് നിൽക്കുന്നത്. ഈ സമയം ഗീതുവും ഗോവിന്ദനെ നോക്കിയിട്ട്, കണ്ണേട്ടൻ്റെ മനസ്സിലെ പ്രണയം എന്നോട് എപ്പോഴായിരിക്കും തുറന്നു പറയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാഞ്ചനയാണെങ്കിൽ മണിച്ചിത്രത്താഴ് സിനിമയും കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഈ രാധികയുടെ മാധവൻ്റെയും വിജയലക്ഷ്മിയുടെയും ആത്മാവ് അവിടെ ഉണ്ടെന്നാണല്ലോ കാഞ്ചന എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചത്, രാധിക പറഞ്ഞത് കേട്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ കാഞ്ചന ഇരിക്കുക. പാണ്ഡവ, കടവുളേ, പേയ് ആവി എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന മണിച്ചിത്രത്താഴ് നല്ല ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണുക. അപ്പോഴേക്കും ധ്യാനിൻ്റെ ഫോൺ കോള്. ധ്യാനം അറയ്ക്കൽ തറവാടിൻ്റെ വെളിയിൽ വന്നിട്ട് രഞ്ജുവിനെ ഫോൺ വിളിക്കുക. ഫോൺ അടിക്കുന്നത് കേട്ടതും രഞ്ജു ഫോൺ എടുത്തു. ഹലോ ധ്യാൻ. രഞ്ജു, എനിക്ക് നിന്നെ കാണണം. നാളെ ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുമ്പ് നിന്നെ കാണാൻ ഭയങ്കര ആഗ്രഹം. നടന്നത് തന്നെ. അതെ, കിടന്നുറങ്ങാൻ നോക്ക്. ഈ നേരത്താണോ എന്നെ കാണുന്നത്? അതും എങ്ങനെ കാണാനാ? അത്രയും ദൂരത്തുനിന്ന് ധ്യാനം എങ്ങനെ ഇങ്ങോട്ട് വരും? അതെ, ഞാൻ കാണണമെന്ന് വിചാരിച്ചാൽ കാണും. എനിക്ക് നിന്നെ കാണാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ടേ തീരൂ, കണ്ടിട്ടേ പോകൂ. എന്തൊക്കെയാ ധ്യാനേ പറയുന്നേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആര് പറഞ്ഞു നടക്കില്ല എന്ന്? ഞാനേ നിന്റെ കൂട്ടുകുടുംബത്തിൻ്റെ വീടിൻ്റെ മുൻപിലുണ്ട്. നീ വന്നേ. വെറുതെ കള്ളം പറയരുത്. അല്ല, സത്യമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അതെ, നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ഇനിയിപ്പോൾ അങ്ങോട്ട് വരാനുള്ള വഴി വരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നിൻ്റെ മുറിയുടെ താഴെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ ഇറങ്ങി വാ മോളെ. എൻ്റെ ദൈവമേ, ഗോവിന്ദേട്ടൻ ആരെങ്കിലും കണ്ട നാണക്കേടല്ലേ ധ്യാൻ? ഒരു നാണക്കേടുമില്ല. മര്യാദയ്ക്ക് വരാൻ നോക്ക്. എനിക്ക് നിന്നെ കാണണം, കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ധ്യാൻ ഇങ്ങനെ പറയാണ്. ഇത് കേട്ടതും രഞ്ജു വാതിൽ തുറന്ന് നോക്കുക, ജനൽ തുറന്ന് നോക്കുക. നോക്കിയപ്പോൾ ധ്യാൻ അവിടെയുണ്ട്. അതെ, ഞാൻ ഇവിടെയുണ്ട് ഇവിടെ. അപ്പോൾ കാഞ്ചന ജനലിൽ കൂടെ നോക്കുക. ഈശ്വര, ഇതാരാ? മാമാവോട് ആവിയോ അല്ലെങ്കിൽ തിരുടനാ? ആവിയാർന്നാലും തിരുടനാർന്നാലും കണ്ടുപിടിച്ചതാകണോ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനയും പതുക്കെ വെളിയിലിറങ്ങി. ഈ സമയം രഞ്ജു ധ്യാനോട്, വരണ്ട, അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞിട്ട് ജനലടച്ച് അങ്ങോട്ട് പോവുക. ഈ സമയം ബെഡ്ഷീറ്റ് മൂടി രഞ്ജു പോകുന്നത് കാഞ്ചനയുടെ കണ്ണിൽ പെടുകയാണ്. കാണ്ടവാ, ഇത് ആരും തരില്ലേ എന്നും പറഞ്ഞ് രഞ്ജു നന്നായിട്ട് ഗീതു കാഞ്ചന നന്നായിട്ട് നോക്കുക. അപ്പോഴേക്കും ഗീതു പാപ്പാ, അപ്പ വന്നത് വേറെ ആരും ഇല്ല, ഗീതു പാപ്പ അവിടെ തിരുട്ട് കാതലൻ. എനിക്ക് എല്ലാമേ പുരിഞ്ചിരിച്ച്. നാനേ ഗീതു പാപ്പ അവിടെ എന്ത് തിരുട്ട് വേല കയ്യോടെ പൊക്കും, കണ്ടുപിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനയും പിന്നാലെ പോവുക. ഈ സമയം രഞ്ജു ബെഡ്ഷീറ്റ് തലവഴി മൂടി പതുങ്ങി
പതുങ്ങി പതുങ്ങി ധ്യാൻ്റെ അടുത്തെത്തി. എന്നിട്ട് രണ്ടുപേരും കൂടെ സംസാരിക്കുക. എന്താ ധ്യാനത്, ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? ഞാൻ നിന്നെ കെട്ടാൻ പോകുന്ന ആളല്ലേ, പിന്നെ എന്തിവിടെ വന്നാലും? അല്ല എന്നാലും ഒരു ടെൻഷൻ, ഒരു നാണക്കേടും വിചാരിക്കണ്ട. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ദേ ഞാനേ ഭയങ്കര ത്രില്ലില്ല. നിന്നെ കണ്ടേച്ചെന്ന് പോകാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അത് നടന്നതിൻ്റെ ത്രില്ലിൽ. അതൊക്കെ നടന്നു, ശരി തന്നെയാ. പക്ഷെ എന്തായാലും ഏട്ടനോ ആരെങ്കിലും കണ്ടാൽ തീർന്നു അതോടുകൂടെ എല്ലാം. അപ്പോൾ കാഞ്ചന രണ്ടുപേരും കയ്യെ പിടിച്ച് പേசுறாங்க. ஆண்டவா இது யாருமே பார்க்கலையே. கீது பாப்பாவோட இந்த விஷயத்தை மாமாவுக்கு தெரிஞ்சா അവളോതാ ഗീതു പാപ്പാവ വെട്ടി പോട്ടുരുവാങ്ക എന്നും പറഞ്ഞിട്ട് കാഞ്ചന ഇങ്ങനെ നിൽക്കുക. ഈ സമയം അവർ രണ്ടുപേരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോഴേക്കും ഗീതുവിനെയാണ് കാണിക്കുന്നത്. ഗീതുവിന് ഉറക്കത്തിൽ ദാഹിച്ചപ്പോൾ ഗീതു എഴുന്നേറ്റ് വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ കിടക്കുവാണേ. അത് കണ്ടപ്പോൾ ഗീതു, ഇതെന്തൊരു സ്റ്റെപ്പ്, ഇതെന്താ ഡാൻസിൻ്റെ സ്റ്റെപ്പോ, കഷ്ടം തന്നെ എന്നും പറഞ്ഞിട്ട് ഗീതു എഴുന്നേറ്റ് ജഗിൽ നോക്കിയപ്പോൾ വെള്ളമില്ല. അപ്പോൾ ഗീതു എന്ത് ചെയ്തു, താഴെ പോയി എടുക്കണമല്ലോ. പതുക്കെ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങി വരിക. അപ്പോഴാണ് കാഞ്ചന മുകളിലേക്ക് നോക്കുമ്പോൾ ഗീതു വരുന്നു. ഈശ്വര, ഗീതു പാപ്പ ഇങ്കയുമാ, അപ്പോൾ അത് ആവിയാ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അപ്പോഴേക്കും ഗീതു ഇറങ്ങി താഴെ എത്തി. കാഞ്ചനയുടെ പേടിയും വെപ്രാളം കണ്ട് ഗീതു കാഞ്ചനയെ നന്നായിട്ട് നോക്കുക. കാഞ്ചനാക്ക എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങോട്ട് ചെല്ലുക. വരാതെ ഈ പക്കത്തിൽ വരാതെ എന്നും പറയണം. അപ്പോഴേക്കും കാഞ്ചന വരുന്ന കണ്ടിട്ട് ഗീതു വരുന്ന കണ്ടിട്ട് കാഞ്ചനയുടെ പാതി പേടി ഇങ്ങനെ പാതി ബോധം പോയ അവസ്ഥയാണ്. വരക്കൂടാതെ പക്കത്തിൽ വരക്കൂടാതെ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഒച്ചത്തിൽ ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കാഞ്ചനാക്ക എന്നും പറഞ്ഞ ഗീതുവിൻ്റെ ഒരു വിളി. എന്താ കാഞ്ചനാക്ക, എന്താ പറ്റിയേ, നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ദേ അങ്ങേ ആവിയോ? എന്താ ആവി? അങ്ങേ പാർ, മാമാവോടെയും മാമിയോടെയും ആവി. രാധിക മാമി അന്തമുറിയിൽ പോയപ്പോൾ അന്തമുറിയിലിരുന്ന് ആവി വെളിയിൽ വന്നതാ, പാറ് എന്നും പറഞ്ഞ് ഗീതുവിനോട് പറയാം. അത് കേട്ടത് ഗീതു ആരായിരിക്കും എന്നും പറഞ്ഞ് എന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കുക. അപ്പോഴേക്കും ഐ ലവ് യു എന്ന് പറഞ്ഞ് ധ്യാനും രഞ്ജുവും കെട്ടിപ്പിടിക്കുന്ന രംഗം കണ്ടതും ഗീതു ഞെട്ടി. ഈശ്വര, ഇവർ രണ്ടുപേരുമായിരുന്നോ? പെട്ടു. കാഞ്ചനയുടെ മുൻപിൽ പെട്ട എല്ലാം ഇന്നത്തോടെ അവസാനിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ഗീതു അവിടെ ഒരു നമ്പർ ഇറക്കി. എന്നാ കാഞ്ചനക്ക പറയുന്നേ, അവിടെ ആരും ഇല്ലല്ലോ? യാരുമേ ഇല്ലയാ? ആരുമില്ല. ഇருக்கு ഗീതു പാപ്പ, ഇருக்கு. ആരുണ്ട്? പോയി നോക്ക്. അപ്പോഴേക്കും ഇവരുടെ ശബ്ദം കേട്ടത് ധ്യാനും രഞ്ജും അങ്ങോട്ട് മാറുക, ഒളിച്ചു നിൽക്കുക. ഈ സമയം കാഞ്ചന നോക്കിയപ്പോൾ കാണുന്നില്ല. ഗീതു പാപ്പ, നീ അങ്ങ് തന്നെ ഇരുന്നേ, അപ്പുറം എപ്പോഴും ഇങ്ങ് വന്നേ. നിങ്ങൾക്ക് വട്ട പാതിരാത്രി എന്തെങ്കിലുമൊക്കെ കണ്ടേച്ച് മനുഷ്യനെയും കൂടെ പേടിപ്പിക്കും. ഇല്ല ഗീതു പാപ്പ, ഞാൻ എപ്പിടി പാത്തേന്നാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന അവിടെ തല ഇറങ്ങി വീഴുക. അയ്യോ കാഞ്ചനക്ക എഴുന്നേക്ക് എന്നും പറഞ്ഞ് ഗീതു കുറേ വിളിച്ചു. പക്ഷെ കാഞ്ചനയുണ്ടോ എഴുന്നേക്കുന്നു? ബോധം പോയി. മണിച്ചിത്രത്താഴ് സിനിമയും കണ്ട് കാഞ്ചനയുടെ ബോധം പോയത് മാത്രം വെച്ച് അപ്പോഴേക്ക് രഞ്ജു ഓടി വന്നു. എന്തു പറ്റി? നിങ്ങളുടെ കലാപരിപാടികൾ കണ്ട് ബോധം കെട്ട് വീണതാ. നിങ്ങൾ പ്രേമിക്കുന്നത് കണ്ടു, അങ്ങനെ ബോധം കെട്ട് പേടിച്ച് വീണതാ. അത് കേട്ടതും ഈശ്വര, അല്ല എന്നിട്ട് എവിടെ കള്ള കാമുകൻ? അപ്പോൾ രഞ്ജു ചിരിച്ചോണ്ട് തിരിഞ്ഞു നോക്കുക. അപ്പോഴേക്കും ഗീതു അങ്ങോട്ട് ചെന്നു. എൻ്റെ മാഷിനിങ്ങ ഇവളെ കാണണമെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, ഞാനൊരു അവസരം ഉണ്ടാക്കി തരില്ലായിരുന്നോ? എന്തിനാ ഈ പാതിരാത്രി ഒളിച്ചും പാത്തും വന്ന് പാവം കാഞ്ചനൊക്കെ ബോധം കെട്ട് വീഴുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അതെ, നാളെ ഞാൻ ബാംഗ്ലൂർ പോവുക ഗീതു. അപ്പോൾ രഞ്ജുവിനെ ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ, ഇല്ലാതെ ഒന്നുമില്ല. വരുന്നതൊന്നും കുഴപ്പമില്ല. പക്ഷെ രാധികാമ്മ അറിഞ്ഞാൽ എന്താ പ്രശ്നമെന്നറിയാലോ. ധ്യാൻ ഒരു വാക്ക് പറഞ്ഞാൽ ഇവളെയും കൂട്ടി ഞാൻ ഉടനെ ധ്യാൻ്റെ അടുത്ത് എത്തും. പിന്നെ എന്തിനാ ഈ ഒളിച്ചുകളി എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഒളിച്ചുകളിയൊന്നുമില്ല. പിന്നെ എന്താ? എന്നാൽ ശരി, ഞാൻ പോട്ടെ, പോയിട്ട് വാ ധ്യാൻ എന്നും പറഞ്ഞ് രണ്ട് കൈയൊക്കെ കോർത്ത് പിടിച്ചിട്ട് പോയിക്കൊള്ളാൻ പറയാം. അങ്ങനെ ധ്യാൻ പോയി കഴിഞ്ഞതും രഞ്ജുവും ഗീതും കൂടെ കാഞ്ചനാക്ക എഴുന്നേക്ക് കാഞ്ചനാക്ക എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചനെ വിളിക്കുക. അപ്പോഴേക്കും കാഞ്ചന കണ്ണു തുറന്നു. ആവി വന്നിരിച്ച് എന്നും പറഞ്ഞുകൊണ്ട്. ആര് വന്നിരിച്ച്? മാമാവോടെയും മാമിയോടെയും ആവി വന്നിരിച്ച്. അവங்களுக்கு മോശം കിടച്ചിട്ടാങ്ക. ഞാൻ பார்த்தேனே, രണ്ടുപേരും കിസ് പണിട്ടിരുന്നാങ്ക. അത് കേട്ടതും ഗീതു എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെ നോക്കുക.
അപ്പൊ രഞ്ജു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഗീതു എന്നും പറയുക. ആ രാധിക മാമി சொன்ன மாதிரியே அந்த மாமாவும் மாமியும் இங்கேதான் இருக்கு, அவங்களோட ஆவியை நான் பார்த்தேன், 2 பேர் சேர்ந்து அங்கேயே நின்றுட்டு இருந்தாங்க, ഞാൻ കണ്ണാലെ പാത്തെ എന്നും പറയുക. ദേ കാഞ്ചനക്ക, ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ആരോടും വിളിച്ച് പറയരുത്. ഇല്ല, ഞാൻ സത്യമായിട്ട് പാത്തെ, ഞാൻ പാത്തിരിച്ച് എന്നും പറഞ്ഞ് കാഞ്ചന അവിടെ നിന്ന് വാദിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം രഞ്ജു തീർന്നു നിന്നത്തോടെ എല്ലാം പാവം മാധവ മാമാവോ വിജയലക്ഷ്മി മാധവ മാമാவோட ஃபஸ்ட்டு பொண்டாட்டி அந்த மாமியும் சேர்ந்து 2 பேருமே பேசிட்டு நின்னாங்க, കയ്യെ പിടിച്ച്. ഞാൻ നനച്ചത് അത് ഗീതു പാപ്പാന്ന്. അപ്പോഴല്ലേ ഗീതു പാപ്പ ഇതിലേ വന്നത്. അപ്പം നോക്കുമ്പോൾ അത് ഗീതു പാപ്പ. അവിടെ നോക്കിയപ്പോൾ അവരെ കാണുന്നില്ല. അതിനർത്ഥം എന്താ? അവരാവിയായിട്ട് വന്നു എന്നല്ലേ? அப்போ ராதிகா மாமி சொன்னதுதான் உண்மை. இங்கே ஆவி இருக்குது, பெரிய ஆவி, 2 ആവി. ആണ്ടവാ, ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്ക മാട്ടേ എന്നൊക്കെ പറഞ്ഞ് കാഞ്ചല നിലവിളിക്കാൻ തുടങ്ങി. ഒന്ന് മിണ്ടാതിരി കാഞ്ചനക്ക, ഇവിടെ പ്രേതവും ഭൂതവും പിശാചൊന്നുമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അതെ, വെറുതെ ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ കണ്ട് പേടിച്ചായിരിക്കും. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല. ഇപ്പിടിതാ ആര് കേട്ടാലും சொல்லணும், പുരിഞ്ചാ. എല്ലാവരും சொன்ன மாதிரி ദേ ഇங்கே പ്രേതം ഭൂതം പിശാചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും ഇங்கே ഇരിക്കമാട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ കളിയാക്കോ കാഞ്ചനനെ. ഈ സമയം കാഞ്ചന ആണ്ടവാ, ഞാൻ മട്ടുംതാ പാത്തെ, നാനേ പാത്തെ, നാൻതാ പാത്തെ എന്നും പറഞ്ഞുകൊണ്ട് പിറുവിറുത്തോണ്ടിരിക്കുക. ഈശ്വര, തീർന്നു രഞ്ജു. ഭാഗ്യം ഇവർ തട്ടിപ്പോവാതിരുന്നത്. നിങ്ങളുടെ കാട്ടായം കണ്ട് ഇവർ തട്ടിപ്പോയിരുന്നെങ്കിൽ തീർന്നു അതോടുകൂടെ എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവും രഞ്ജുവും കൂടെ മുഖത്തോടെ നോക്കി ചിരിക്കുക. ഈ സമയം കാഞ്ചന ഇടങ്ങണ്ണിട്ട് 2 പേരെ നോക്കുക. ഇനി നാം ഭയന്നതിൽ ഇവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് കിഷോറിനെയാണ്. കിഷോർ ലാപ്ടോപ്പിൽ ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും അവർണികയുടെ ഫോൺ അടിക്കുകയാണ്. അവർണികയുടെ ഫോൺ അടിക്കുന്നത് കേട്ടതും കിഷോർ ആദ്യം എത്തി നോക്കി. അവർണികയെ കാണുന്നില്ല. വീണ്ടും അടിച്ചു. അപ്പോൾ കിഷോർ എഴുന്നേറ്റ് പോയിട്ട് ആ ഫോൺ കയ്യിലെടുക്കുക. ഇത് അവനായിരിക്കും, അജാസ്. അവൻ നമ്പർ മാറ്റി വിളിക്കുന്നതാ. എന്തായാലും ഇവനിട്ടെന്നൊരു പണി കൊടുത്തേ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് കിഷോർ ഫോൺ എടുത്തു. ഹലോ എന്നും പറഞ്ഞുകൊണ്ട്. ഹലോ, ഇത് അവർണിക കിഷോറിൻ്റെ നമ്പറല്ലേ? അതെ. സോറി, അവർണിക രഘുറാമിൻ്റെ നമ്പറല്ലേ? അതെ. നിങ്ങളാരാ സംസാരിക്കുന്നത്? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇന്നാണ് അവർണിക മേഡത്തിൻ്റെ ചെക്കപ്പിൻ്റെ ദിവസം, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ ശരി, പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഫോൺ കട്ട് ചെയ്തു. ഈ സമയം അവർണിക അങ്ങോട്ട് വരിക. ആരാ കിച്ചു വിളിച്ചേ? അത് ഡോക്ടറെ ആശുപത്രിയിൽ നിന്നാണ് വിളിച്ചത്. ഇന്ന് നിൻ്റെ ചെക്കപ്പിൻ്റെ ഡേറ്റാണ്. ഓ, ഞാനതങ്ങ് മറന്നു. ഭാഗ്യം അവർ വിളിച്ച് ഓർമ്മിപ്പിച്ചത്. എന്തായാലും നീയും കൂടെ റെഡിയാവും, നമുക്ക് ഒരുമിച്ച് പോവാം. എന്തിന്? ഞാൻ എന്തിന് വരണം? കിച്ചു, നീ വന്നേ പറ്റൂ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഡോക്ടർ എന്നോട് ചോദിച്ചു നീ എന്താ വരാത്തേന്ന്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ഇത്തിരി ജോലി തിരക്കുണ്ടെന്ന്. ഇപ്രാവശ്യം നീ വന്നില്ലെങ്കിലും ഡോക്ടറിന് സംശയവും. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോട് നിനക്ക് ഇഷ്ടമില്ലെന്ന് വരെ ഡോക്ടർ ചോദിക്കും. അതുകൊണ്ട് വാ, എനിക്ക് അതിൻ്റെ ഒരാവശ്യമില്ല, ഞാൻ വരത്തുമില്ല. അങ്ങനെ ഡോക്ടർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ബിസിനസ് ടൂറിലാണെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ അമേരിക്കയിലാണെന്നോ ദുബായിലാണെന്നോ ബാംഗ്ലൂരാണെന്നോ പറഞ്ഞോ, എനിക്കതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അപ്പം അതിനർത്ഥം ഈ കുഞ്ഞിൻ്റെ ഒരു കാര്യത്തിലും നീ ഇടപെടില്ല എന്നാണോ? അതെ, ഞാൻ ഇടപെടില്ല. എനിക്കതിൽ ഒരു താല്പര്യമില്ല. പിന്നെ ഞാൻ എന്തിനാ ഇടപെടുന്നേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ വരത്തുമില്ല. നീ വരുവോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്തായാലും നീ വന്നില്ലെങ്കിൽ എൻ്റെ കൂടെ ഒരാളെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ ആ ആളെ കൊണ്ടുപോയിക്കോളാം എന്നും അവർണിക പറയുക. അത് കേട്ടതും കിഷോർ, അതെ നീ ഒന്ന് നിന്നേ. അപ്പോൾ അവർണിക അവിടെ നിന്നു. എൻ്റെയും നിൻ്റെയും പേരിലുള്ള ഡെപ്പോസിറ്റ് പണവും ഈ വീടും അതിൻ്റെ പാതി വിഹിതവും എനിക്ക് തന്നിട്ട് നീ എവൻ്റെ കൂടെ വേണമെങ്കിലും പോടി എന്നും കിഷോർ. അപ്പോൾ അവർണിക മനസ്സിലാലോചിക്കുക. എടാ കിച്ചു, നിന്നെ വളരെ തന്ത്രപരമായി കൊടുക്കാൻ എനിക്കറിയാൻ പാടില്ലെന്നിട്ടല്ല, അത് ഞാൻ ചെയ്യും. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഞാനിനി ചെയ്യുന്നത്. എന്തായാലും നിന്നെ കൊടുക്കാൻ എനിക്ക് അധികം താമസമൊന്നും വേണ്ടടാ. വളരെ ബുദ്ധിപൂർവ്വം ഞാൻ നിന്നെ വീഴ്ത്തിയിരിക്കും. എൻ്റെ അച്ഛൻ്റെ സ്വത്തിൽ നിന്നും പണവും വീടുമൊക്കെ തട്ടിയെടുക്കാൻ നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിടില്ല കിച്ചു. നീ ഒരിക്കലും നിനക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത തരത്തിലാക്കും ഞാൻ. അത്രയ്ക്ക് നീ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും ആലോചിച്ചുകൊണ്ട് അവർണിക ഇങ്ങനെ നിൽക്കുക. എന്താ ഞാൻ പറഞ്ഞതിന് മറുപടിയില്ലേ? ഈ വീടിൻ്റെയും പിന്നെ നമ്മുടെ പേരിലിട്ടിരിക്കുന്ന അക്കൗണ്ടിലെ പണത്തിൻ്റെയും തുക എനിക്ക് തന്നിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. നീ ആരുടെ കൂടെ പോയാലും എനിക്ക് ഒരു പ്രശ്നവും എന്നും കിഷോർ. ഇതിനുള്ള മറുപടി ഞാൻ നിനക്ക് തരാടാ എന്നും പറഞ്ഞുകൊണ്ട് അവർണിക അങ്ങ് പോവുക. അവർണിക പോയി കഴിഞ്ഞതും ഈ കിഷോറിൻ്റെ അടുത്ത കളി. പണമുണ്ടെങ്കിൽ ഈ കിഷോറിന് എന്തും ചെയ്യും. പണത്തിന് വേണ്ടി കിഷോർ ആരെയും കൊല്ലും.
അതുകൊണ്ട് ഈ കിഷോറിനെ പണത്തിൻ്റെ പേര് പറഞ്ഞാൽ ഭ്രാന്ത്. എന്തായാലും അപർണയ്ക്ക് നീ ഇനി ഒരിക്കലും എൻ്റെ സ്നേഹം പ്രതീക്ഷിക്കേണ്ട. എന്നെ തകർത്തവളാ നീ. അതുകൊണ്ട് ഒരിക്കലും നിന്നെ ഞാൻ ഇനി സ്നേഹിക്കത്തുമില്ല, ഹോസ്പിറ്റലിലേക്ക് നിന്നോടൊപ്പം വരത്തുമില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും പോയ അപർണയ്ക്ക അവിടെ നിന്നും കിഷോറിനെ തിരിഞ്ഞു നോക്കുക. ആലോചിക്കടാ, പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന നിന്നെ പണം കൊണ്ട് തന്നെ മൂടി കത്തിക്കും ഞാൻ. അത്രയ്ക്ക് ദേഷ്യം എൻ്റെ മനസ്സിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.